ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഹയറിൻ്റെ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡെമോയാണ് വന്നേക്കുന്നത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കാണുന്നതിൻ്റെ റാറ്റ് മെഷാണ്. മെഷീൻ നമ്മൾ കാർട്ടൺ ബോക്സിൻ്റെ വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. ഇതായി കാണിക്കുന്നതാണ് ഇതിൻ്റെ ഇൻലെറ്റ് ഹോസ് വരുന്നത്. നമുക്ക് മെയിനായിട്ട് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഇൻസ്റ്റലേഷനിൽ ചെയ്യേണ്ട കാര്യമാണ് ഇതിൻ്റെ ഈ ട്രാൻസ്പോർട്ടേഷൻ സ്ക്രൂസൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാമേ. അതിനുശേഷം മാത്രമേ നമ്മൾ നോർമലി ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ റൺ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്യാപ്പ് ഇട്ട് തുറന്നിരിക്കുന്ന ഹോൾസ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മെഷീൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ റാറ്റ് മെഷ് ഇട്ട് ക്ലോസ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ഡ്രെയിനേജ് ഹോസിലേക്ക് കണക്ട് ചെയ്യാമേ. ഇതായി കാണുന്നതാണ് ഇതിൻ്റെ ഇൻലെറ്റ് ഫിൽറ്റർ വരുന്നത്. ഇത് നമ്മൾ നോർമൽ യൂസിൽ വെള്ളത്തിൻ്റെ കരടൊക്കെ വന്ന് അടിയുന്നതാണ്. ഈ ഫിൽറ്റർ നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഇൻലെറ്റ് ഹോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്താണ് മെഷീനിൽ ഡിറ്റർജൻ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മെഷീനിൽ കൊടുത്തിരിക്കുന്ന ഈ നോബ് തിരിക്കുമ്പോൾ മെഷീൻ ഓണാവും. അതിനോടൊപ്പം തന്നെ ആദ്യത്തെ പ്രോഗ്രാമായ റിഫ്രഷ് സെലക്ട് ആവുകയും ചെയ്യുവേ. റിഫ്രഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി അലക്കി വെച്ചിരിക്കുന്ന തുണികളുണ്ടല്ലോ, അലക്കി ഉണക്കി വെച്ചിരിക്കുന്ന തുണികൾ അതൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ക്വിക്ക് വാഷ് നോർമലി 15 മിനിറ്റിൻ്റെ വാഷാണ് വരുന്നത്. സ്പോട്ട് വെയർ വരുന്നത് നമ്മൾ നോർമലി സ്പോർട്സ് വെയർസ് ഒക്കെ ഇളക്കി എടുക്കാൻ വേണ്ടിയുള്ള വാഷാണ്. പിന്നെ വരുന്നത് ജീൻസ്, അതുപോലെ തന്നെ ഡുവറ്റ് വരുന്നത് നമ്മുടെ ബെഡിങ്, അതുപോലെ തന്നെ ബ്ലാങ്കറ്റൊക്കെ അലക്കിയെടുക്കാൻ വേണ്ടിയുള്ള വലിപ്പം കൂടിയ തുണികളൊക്കെ അലക്കിയെടുക്കാൻ വേണ്ടിയുള്ള മോഡാണ്. സെൽഫ്ലി വരുന്നത് മെഷീൻ്റെ ഹൈജീന് വേണ്ടിയുള്ള, മെഷീൻ്റെ ടപ്പ് ക്ലീന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അതിനുശേഷം സെപ്പറേറ്റ് ഷർട്ട് അലക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം, അതുപോലെ തന്നെ സ്പിന്ന്. ഇത് 7 മിനിറ്റിൻ്റെ സ്പിന്ന് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പിന്നിൽ വർക്ക് ചെയ്യാം. പിന്നെ വരുന്നത് ഡെലിക്കേറ്റ് കട്ടി കുറഞ്ഞ തുണികളൊക്കെ ഇലക്കിയെടുക്കാൻ വേണ്ടിയുള്ളത്, അതുപോലെ തന്നെ ഡെയിലി വാഷാണ് നമുക്ക് നോർമൽ വാഷായിട്ട് വരുന്നത്. അതിനുശേഷം ബേബി കെയർ വരുന്നത് കുഞ്ഞു പിള്ളേരുടെ തുണികൾ, അതുപോലെ വർക്കുള്ള തുണികളൊക്കെ നമുക്ക് ഇലക്കിയെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് അലർജൻ വാഷ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയതിന് ശേഷമുള്ള തുണികളൊക്കെ ഇലക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഈ അലർജൻ വാഷ് വരുന്നത്. പിന്നെ മിക്സ് ടൈപ്പ് ഓഫ് ഫാബ്രിക് ഒരുമിച്ച് അലക്കാൻ വേണ്ടി ഈ മിക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സിന്തറ്റിക്, കോട്ടൺ അങ്ങനെയുള്ള പ്രോഗ്രാമുകളും ഈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ പ്രോഗ്രാം റൺ ആവുക. താങ്ക് യു.